ഇതാ ഇത് വരുമ്പോഴേക്കും വീണ്ടും നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റ് കോട്ടൺ, മൽക്കോട്ടൺ. ഇതാ ബ്ലൂവിൻ്റെ ഒരു ഡസ്റ്റി ബ്ലൂ കളർ ടോൺ, സെയിം പ്രൈസ് തന്നെ. ഇത് വീണ്ടും ഒരു ബ്ലഷ് പിങ്ക് ഒരു കളർ ടോൺ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വാഷ് ചെയ്ത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. മൽക്കോട്ടൺ ആണ് എന്ന് വെച്ച് മെഷീൻ വാഷ് പോസിബിൾ അല്ല, കാരണം ഇത് ഇത്രയും നല്ല വർക്കുകളാണ്. ഈ വർക്കിൻ്റെ സീക്വൻസൊക്കെ മെഷീനിൽ ഒരു 1.5 മണിക്കൂർ എടുക്കുമ്പോഴേക്കും അതിൻ്റെ പണി തീർന്നു കിട്ടും. അതുകൊണ്ട് നമ്മൾ വാഷ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. പിന്നീട് നിങ്ങൾ കെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. കാരണം ഇത് തിക്ക് വർക്കാണ്. ഒരു ബ്രൈഡൽ രീതിയിലേക്കൊക്കെ ബ്ലൗസ് പീസ് സെറ്റ് ചെയ്യാം. അങ്ങനെ കളറും വളരെ നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ്. ഇത് ഡിസൈൻ മാറി വന്നു. 550 ആണ് പെർ മീറ്റർ വരുന്നത്. മെറ്റീരിയൽ സെയിം, ഡിസൈൻ ചെറിയൊരു വേരിയേഷൻ. ചെറിയ ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് തിക്കായിട്ടുള്ള വർക്കാണ്. ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇത് ഒരു ഐവറിയിലും കുറച്ച് ബ്രൈറ്റായിട്ട് വന്ന കളറാണ്. ഒരു കേരള ക്രീം. ഇതാ ഇത് വരുമ്പോഴേക്കും പൗഡർ പിങ്ക്. ഇത് വരുമ്പോൾ ആ ഒരു ഗ്രീനിൻ്റെ ഒരു ബേബി ഗ്രീൻ എന്ന് പറയാം. ഈ ഒരു ഡിസൈനിൽ 4 കളർ ചാർട്ടാണ്. ഇനിയും ഉണ്ടല്ലേ, കുറേ കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ. പിന്നെ ഇത്ര കോസ്റ്റ്ലി ആയ മെറ്റീരിയലുകൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓടിച്ചാടി പെട്ടെന്ന് കഴുകരുത്. അത് ഷാമ്പൂ, അത് ഫാബ്രിക് ഷാമ്പൂ കിട്ടും, അത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഒന്നങ്ങ് പയ്യെ മുക്കി കയറ്റി എടുക്കുന്ന രീതിയിൽ വാഷ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. കാരണം നമുക്കിങ്ങനെ ഷോപ്പിൽ വന്നിട്ട് പിന്നീട് ഒരു ഡിസ്പ്യൂട്ടിലോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഒരു സ്വാഭാവികമായ ചിന്തയിൽ തന്നെ നമുക്കറിയാം ഇതൊക്കെ ഇത്ര ഡെലിക്കേറ്റഡ് ആ ഒരു ടൈപ്പിൽ വരുന്ന മെറ്റീരിയലാണ്. 550 വിത്തൗട്ട് ബോർഡർ ആണ്, നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കളറ് പ്രോബ്ലം ഇല്ല, മൽക്കോട്ടൺ മെറ്റീരിയലും ആണ്. പക്ഷേ ഈ വർക്കുകളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇതാ നല്ലൊരു പൗഡർ പിങ്ക് ഷെയ്ഡ്. ഇത്രയും നല്ലൊരു സിൽവർ ഷൈനിങ്ങും ത്രെഡും എല്ലാം കൂടെ ചേർന്ന് വന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതാ ഈ കളറുകൾ ഒന്നിനൊന്നും മെച്ചാണ്. അതാണ് ഞാൻ 4 കൂടി ഒരുമിച്ച് കാണിക്കുന്നത്, 3 കളറും. ഇത് നോക്കൂ, ആ ബ്ലൂവിൻ്റെ തന്നെ സാരിയുടെ ബ്ലൗസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്താൽ ക്രോപ്പ് ടോപ്പും ലെഹങ്ക പോലെ സെറ്റ് ചെയ്യാം. ഒരു ബ്രൈഡൽ കോൺസെപ്റ്റിൽ പാർട്ടി വെയറൊക്കെ ആയിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. വീണ്ടും ജോർജറ്റിൽ വന്നിട്ട് ഇതുപോലുള്ള വർക്കുകൾ ജോർജറ്റിലേക്ക് കൊണ്ടുവന്നു. 550 ഡാമൻ വർക്ക് വരുന്നുണ്ട്. ഈ സൈഡ് ഇത്രയും വർക്ക് വരുന്നുണ്ട്. നമുക്കൊരു ഡിസൈനർ സാരി ആയിട്ട് സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പായിട്ട് സെറ്റ് ചെയ്യാം. ഇവിടേക്ക് 44 ഇഞ്ച് വീതിയാണ് കിട്ടുക. ഏകദേശം ഒരു 36-38 ഇഞ്ച് വീതിയായിരിക്കും വർക്ക് വരുന്നത്. സ്ട്രൈറ്റ് കട്ടിൽ നമ്മൾ കുർത്തി അടിക്കുമ്പോഴേക്കും ബാക്കിൽ ഷോൾഡറിനോട് ചേർന്നിട്ട് ഒരു ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 48 ഇഞ്ച് വീതി കിട്ടും. നല്ല ഫുൾ ലെങ്ത്തിൽ സൈഡ് സ്ലിറ്റ് ഇട്ടിട്ട് ടോപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് കുർത്തക്ക് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, ബോട്ടം അങ്ങനെയൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇത് വരുമ്പോഴേക്കും ഒരു പൗഡർ ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ, നല്ല സ്കൈ ബ്ലൂ. എല്ലാം പുത്തൻ കളക്ഷൻസാണ്. നമുക്ക് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു ഓഫ് സീസണൊന്നുമില്ല. എല്ലാ സമയം പുത്തൻ കളക്ഷൻസ്, വീക്കിലി പുതിയ കളക്ഷൻസ് ഒരു 3 ടൈംസ് എങ്കിലും നമുക്ക് സ്റ്റോറി കയറുന്നുണ്ട്, ഇല്ലേ ഷീല?
ഇയാൾ എൻ്റെ കൂടെ തുടക്കം തുടങ്ങിയുള്ള ഒരാളാണ്. അത് നൈജി. നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമുക്കൊരു 3 ടൈംസ് വീക്ക്ലി പുതിയ കളക്ഷൻസ്. ഇതൊക്കെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത അത്ര കളക്ഷൻസ് ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓടി ഓടി വരുമ്പോൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇതൊരു മൂൺ വൈറ്റ്, വെരി സ്പെഷ്യലാണ്. മൂൺ വൈറ്റ്, അതിലേക്ക് തന്നെ ഒരു സിൽവർ ത്രെഡ് വർക്ക്, ഓൾ ഓവർ ബോഡി പാർട്ട് ത്രെഡ് വർക്ക് വരുന്നു. ഇവിടേക്ക് ഇങ്ങനെ ദാമൻ സൈഡ് വർക്ക് വരുന്നു. ഇത് പാനലടിച്ച് ലെഹങ്ക പോലെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ബോഡി പാർട്ട് എടുത്തിട്ട് ബ്ലൗസ് സെറ്റ് ചെയ്യാം. ഒരു വൈറ്റ് ബ്രൈഡൽ കോൺസെപ്റ്റിലേക്ക് അല്ലേ, ഒരു ബജറ്റ് റേഞ്ചിലും നമുക്ക്. പിന്നെ ആ സ്റ്റിച്ചിങ് കോസ്റ്റ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇത് 550 ജോർജറ്റ്. ഇത് അതിൻ്റെ തന്നെ ഒരു നല്ല പിങ്ക് ഷെയ്ഡ്. ഒരു ബാപ്റ്റിസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും മം ഡോട്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കും. കാരണം ഈ ഒരു മെറ്റീരിയൽ അധികം ഇങ്ങനെ എഴുന്ന് നിൽക്കുന്നതല്ല. അപ്പം നമുക്ക് നല്ലൊരു കോട്ടൺ മസ്ലിൻ പോലത്തെ മൽക്കോട്ടൺ പോലത്തെ ലൈനിങ് ഇട്ട് കൊടുത്ത് കുട്ടികൾക്ക് ബേബി ഫ്രോക്സ് സെറ്റ് ചെയ്യാം. നല്ലൊരു പൗഡർ പിങ്ക് ഷെയ്ഡ്. ഇതൊരു ലിറിൽ ഗ്രീൻ, അതിലും കുറച്ച് ലൈറ്റാണ്. ആ ഒരു അല്ലേ, പിസ്തയിലും കുറച്ച് ഡാർക്കും നമ്മുടെ ആ ലിറിൽ ഗ്രീൻ എന്ന് പറഞ്ഞുള്ള ഒരു കളറിൻ്റെ ലൈറ്റ്. ഇത് 430 ഫോക്സ് ജോർജറ്റ് വിത്തൗട്ട് ബോർഡർ, ഫുൾ വർക്കാണ്. ടെർക്കോഷ് ബ്ലൂ കളർ ടോൺ, ഫുൾ ത്രെഡ് വർക്ക്. നല്ല ത്രെഡ് വർക്ക്, ലക്നവി പോലെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് 5 മീറ്ററൊക്കെ എടുത്തിട്ട് സാരി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറും ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഷൈനിങ്ങൊക്കെ ഒരു ഇപ്പോഴും നല്ലൊരു റോയൽ ലുക്ക് കീപ്പ് ചെയ്യുന്ന കളർ ടോൺ. സാരിയുടെ ബ്ലൗസ് പീസായിട്ട് സെറ്റ് ചെയ്യാം. ജോർജറ്റാണ് മെറ്റീരിയൽ. വെയിറ്റ് ഇല്ല. അതെ അതെ, ലൈറ്റ് വെയിറ്റ് ആണ്. ലക്നവി പോലെ തന്നെ ആ എഴുന്ന് നിൽക്കുന്ന ഒതൻറ്റിക് ലക്നവി ഒരു അതിനോട് ചേർന്ന് പോകുന്ന മെഷീൻ വർക്ക്. ഇതൊരു റയർ കളറ് അല്ലേ, ക്യാരറ്റ് ആ ഒരു ഗാജറി ക്യാരറ്റ്, ആ ഒരു കളറ്. നമുക്കിവിടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്യാരറ്റ് കളർ കിട്ടുന്നില്ല. ക്യാരറ്റ് ഇത് മുംബൈ നോർത്ത് സൈഡൊക്കെ പോകുമ്പോൾ ഈ കളറിലേക്കൊരു ക്യാരറ്റ് ഉണ്ട്. അവരതിനെ ഗാജറി കളർ എന്നിങ്ങനെ പറയുന്ന ഒരു ഡസ്റ്റി ആ ഒരു കളർ ടോൺ. സെയിം പ്രൈസ് തന്നെ. ബോഡി പാർട്ട് ഫുൾ ത്രെഡ് വർക്ക്. ഇത് നോക്കൂ, നല്ലൊരു ഹൽദി കളറ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഹൽദി നല്ലൊരു ട്രെൻഡായി വരുന്നു. പണ്ടൊക്കെ നോർത്തിൽ മാത്രമുള്ള ഒരു സെലിബ്രേഷനായിരുന്നു. നമുക്ക് സംഗീത്, ഹൽദി അതൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വരുമ്പോൾ ഒരു ഡ്രസ് കോഡ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇതിലേക്ക് ഒരു പലാസോ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയലും യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഇതിലേക്കൊക്കെ ഒരു വൈറ്റിൻ്റെ ഒരു ചെറിയ കോമ്പിനേഷൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്താലും നല്ല ഭംഗിയാണ്. ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഇപ്പം നല്ല ട്രെൻഡായിട്ടും മൂവിങ് ആയിട്ടും വരുന്നൊരു കളർ ടോണാണ്. ഇതൊരു ബീട്രൂട്ട് വൈൻ ഷെയ്ഡ്. ഇപ്പം ഇങ്ങനെ ലൂസ് ബെൽ സ്ലീവ് ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ റെഡിമെയ്ഡ് സെക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഈ കുർത്തി നല്ല കംഫർട്ടാണ്, മൽക്കോട്ടൺ. ഫുള്ളായിട്ട് കാണിക്കാം. എ ലൈനായിട്ട് ജാക്കറ്റ് പോലെ ഇങ്ങനെ വന്നു, ബാക്കിലേക്കും എ ലൈനായിട്ട് വന്നു. അപ്പം ഇങ്ങനെ വരുന്ന ഈ കോട്ടൺ മെറ്റീരിയലുകൾ നല്ല രസമാണ്, ഇടാനായിട്ടും കംഫർട്ടാണ്. ഇതിൻ്റെ റെഡിമെയ്ഡ് സെക്ഷൻസ് നമ്മളിങ്ങനെ കടയിൽ നമ്മളുടെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. അത് ഒരുമാതിരി എല്ലാം സോൾഡ് ഔട്ടായി. ഇത് ആ ഒരു കളറ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. എല്ലാം പുതിയ കളറിലും പുതിയ കളക്ഷൻസ്, ന്യൂലി അപ്ഡേറ്റഡ് ആണ്.
അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ഒന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.